കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും പൂട്ടാൻ പോകുന്നു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഓരോ ഹോട്ടലിന്റെ മുന്നിൽ നിങ്ങൾക്ക് ക്ലോസ്ഡ് എന്ന ബോർഡ് കാണാൻ പറ്റും. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കേരളം നേരിടാൻ പോകുന്ന അതിഭീകരമായൊരു സത്യമാണിത്. പാചകവാതക ക്ഷാമവും ഒപ്പം ഡീസലിന്റെയും പെട്രോളിന്റെ ഒക്കെ വില കൂടലും പണിമുടക്കും. ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നടക്കുന്ന യുദ്ധം എങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിലെ അടുക്കള മുതൽ പോക്കറ്റിനെ വരെ ബാധിക്കാൻ പോകുന്നത്? കേരളം വലിയൊരു പ്രശ്നത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമുക്കറിയാം, കേരളത്തിലെ ഭൂരിഭാഗം ഹോട്ടലുകളും യൂസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ഗ്യാസ് സിലിണ്ടറുകളാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ഗ്യാസ് ഏജൻസികളിലെ സ്റ്റോക്ക് കുറവ് ഹോട്ടൽ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. ഒരൊറ്റ ദിവസം ഗ്യാസ് മുടങ്ങിയാൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ ഒരു മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്. വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു പ്രശ്നം കാരണം പല ഹോട്ടലുകളും അവരുടെ മെനു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരായിരിക്കുകയാണ്. പല സ്ഥലത്തും ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കട തുറക്കുകയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് കട അടച്ചിടുന്ന അവസ്ഥയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകൾ അടക്കുകയോ അല്ലെങ്കിൽ വർക്കിംഗ് ടൈം കുറക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഹോട്ടൽ തൊഴിലാളികളെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത്, ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി പുറത്തു പോകുന്ന ഓരോ സാധാരണക്കാരെയും ഇത് ബാധിക്കും. എന്നാൽ പ്രശ്നം ഇവിടെയൊന്നും നിൽക്കാൻ പോകുന്നില്ല. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില റോക്കറ്റ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അടുത്തതായി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുന്നത്. ലോറി, ബസ്, ടാക്സി ഉടമകൾ ഇതിനോടകം തന്നെ പല പണിമുടക്കുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കൂടും. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്ക് അത്യാവശ്യമായ സാധനങ്ങളുടെ 80% അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. സോ ലോറി ഉടമകൾ അടക്കമുള്ള ആളുകൾ ഒരു പണിമുടക്കിലേക്ക് നീങ്ങുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി മാറും. പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെ ഇരട്ടി വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ അടുക്കളയിലെ ഗ്യാസ് തീരുന്നതിനോടൊപ്പം കയ്യിലെ പൈസയും തീരുന്നൊരവസ്ഥയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ഒരു യുദ്ധം വരുന്ന സമയത്ത് നമ്മൾ കേരളത്തിലുള്ള ആളുകളാണ് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് കാണിക്കാറെന്ന് തോന്നിയിട്ടുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട വീഡിയോസിന്റെ അടിയിലുള്ള കമന്റുകൾ കാണുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവും. പക്ഷേ ഈ യുദ്ധം കേരളവുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആവുന്നത്, അല്ലെങ്കിൽ അത് നമ്മളെ എത്രത്തോളം ബാധിക്കും എന്നതിനെ പറ്റി പലർക്കും ഒരു ഐഡിയ ഇല്ല. ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദന മേഖലകളിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ സപ്ലൈ ചെയിന് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും. ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധങ്ങൾ ഇന്ത്യയെ നല്ല രീതിയിൽ ബാധിക്കുന്നത്. കടൽ ഗതാഗതം തടസ്സപ്പെടുന്നതോടുകൂടി ഇന്ത്യയിലേക്ക് വരുന്ന ക്രൂഡ് ഓയിൽ ബ്ലോക്ക് ആവും. സോ യുദ്ധം അവസാനിച്ച് കാര്യങ്ങൾ പഴയതുപോലെ ആയില്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട്. സോ ഈ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ്സ് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. വിലക്കയറ്റം നിയന്ത്രിക്കാനും അവശ്യ സാധനങ്ങളുടെ അവൈലബിലിറ്റി ഉറപ്പാക്കാനും കൃത്യമായ പ്ലാനിങ് അത്യാവശ്യമാണ്. സോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിനാണ് യുദ്ധങ്ങൾ നടക്കുന്നതെങ്കിലും അത് നമ്മുടെ ജീവിതത്തെയും നല്ല രീതിയിൽ ബാധിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കി അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും സിറ്റുവേഷൻ മനസ്സിലാക്കിയും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സോ നിലവിലെ സിറ്റുവേഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.